ഈശോ നൽകിയ വചനഭാഗത്തില് അവിടുന്ന് തന്റെ തൂവലുകൾ കൊണ്ട് നമ്മെ സംരക്ഷിക്കും. നമുക്കറിയാലോ, നമ്മളുടെ ജീവിതത്തില് എത്ര വലിയ കവചം കൊണ്ട് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്താലും ദൈവത്തിന്റെ തൂവലുകളുടെ ശക്തി പോലെ ഒന്നും തന്നെ ആവില്ല, അല്ലെ? നമ്മള് പലപ്പോഴും എന്താ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കഥയാണോ റിയലാണോ എന്നറിയില്ല. ഒരു രാജാവിന് ഏക മകളായിരുന്നു. അപ്പൊ ആ മകള് പാമ്പ് കടിയേറ്റ് മരിക്കും എന്നായിരുന്നു ആ വ്യക്തിയെ കുറിച്ച് എഴുതി വെച്ചത്. അപ്പൊ രാജാക്കന്മാരൊക്കെ ആയതുകൊണ്ട് അവര് അത് ആ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നു. അപ്പോ ഒരു പ്രായം ഉണ്ടായിരുന്നു, ഒരു 10-13 വയസ്സാകുമ്പോഴാണ് അങ്ങനെ മരിക്കും എന്ന് പറയുന്നത്. അങ്ങനെ ഈ പെങ്കൊച്ചിന് പ്രായമായപ്പോഴേക്കും ഈ പെൺകുട്ടി മരിച്ചു പോകുന്നുള്ള ഭയം കൊണ്ട് ഈ കൊച്ചിനെ ഒരു പ്രത്യേകമായ ഒരു കൂട് പോലെ ഉണ്ടാക്കി അതിന് വിഷബാധയൊന്നും ഏൽക്കാത്ത വിധത്തില് ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ ദിവസങ്ങളോളം ഇരുത്തി. അങ്ങനെ ഈ മരണഭീതി ഉള്ളത് കൊണ്ട് ഈ പെൺകൊച്ചിന് നേരിടാനുള്ള ആ ഭയം ഈ പെൺകൊച്ചിന് വ്യക്തമായിട്ട് അറിയില്ല എന്താ പ്രശ്നമൊന്നും അറിയില്ല. പക്ഷെ വീട്ടുകാർക്ക് ഭയങ്കര പേടിയായത് കാരണം ഇതിന് ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുത്തു സമയങ്ങളിലെല്ലാം സൂക്ഷിച്ച് വളരെ ജാഗ്രതയായിട്ട് അങ്ങനെ വളർത്തി. പക്ഷെ ഒരു ദിവസം ഒരു ആപ്പിള് കഴിച്ചു. ആപ്പിളിന്റെ ഉള്ളിൽ നിന്നും ഒരു ചെറിയൊരു പാമ്പിന്റെ പോലത്തെ ഒരു ജീവി വന്ന് അതിനെ ഒന്ന് കടിച്ചു. കടിച്ചപ്പോഴേക്കും അത് ചെറിയൊരു പുഴുവായിരുന്നു. ഒരു ചെറിയൊരു ജീവിയായിരുന്നെങ്കിലും വിഷദംശനം ഏറ്റ് ആ കുട്ടി മരിക്കുകയാണ് ചെയ്തത്. അപ്പോ മനുഷ്യൻ എന്തോരം കൊച്ചിനെ സംരക്ഷിക്കുവാനായിട്ട് അതിന്റെ മാതാപിതാക്കളായ അവര് ഒരുപാട് പ്രൊട്ടക്ട് ചെയ്തു. പക്ഷെ വിധിയെ തടുക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല. അങ്ങനെ ആ കൊച്ചു മരിച്ചുപോയി. അപ്പോ ദൈവം പറയുന്നത് തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ തൂവലുകൾ മനുഷ്യന്റെ ബുദ്ധിയുടെ കവചങ്ങളും വെച്ച് നോക്കുമ്പോൾ എത്രയോ നിസ്സാരമാണ്, അല്ലെ? ദൈവത്തിന്റെ തൂവലുകൾ കൊണ്ട് നമ്മളെ സംരക്ഷിക്കുമെങ്കിൽ മനുഷ്യൻ തന്റെ ബുദ്ധി കൊണ്ട് സംരക്ഷിക്കപ്പെടാനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ബുദ്ധി കൊണ്ടല്ലേ മനുഷ്യൻ ജീവിക്കണത്, അല്ലേ? ഒരു 99% മനുഷ്യരും ആത്മീയരും ഭൗതികരും എല്ലാവരും ബുദ്ധിയുടെ ഒരു ബലപ്രയോഗത്തിലാണ് ജീവിക്കുന്നത്. എന്നാല് എന്താണ് ദൈവകൃപയുടെ നടുവിൽ ജീവിക്കുന്നവര് ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ വളരെ ദുർബലമാണ്, അല്ലെ? അതായത് ദൈവത്തിന്റെ കരുണയിലാണ് മനുഷ്യര് ജീവിക്കുന്നതെന്ന് ക്രിസ്ത്യാനികൾക്ക് പോലും ഇന്ന് വിശ്വാസത്തോടുകൂടെ അതിന്റെ ആ ഒരു ഗ്ലോറിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. മനുഷ്യന്റെ ബുദ്ധിയിലാണ്, കഴിവിലാണ്, ശക്തിയിലാണ്, അറിവിലാണ് ജീവിക്കുന്നതിൽ എല്ലാം ദൈവം ദാനമായി തന്നതാണെന്ന് അറിയുവോളം ഈ ബുദ്ധി നമ്മളെ നശിപ്പിച്ച് അവസാനം നമ്മുടെ നാശത്തിന് കാരണമാവും. ബുദ്ധി നമുക്ക് തരുന്നത് എന്തിനാണ്? ബുദ്ധി നമുക്ക് തരുന്നത് നമ്മളെ നശിപ്പിക്കാനാണോ? അല്ല. നമുക്ക് വിവേചിച്ചറിഞ്ഞ് അതിന്റെ തിന്മയും നന്മയും വിവേചിച്ചറിയുവാൻ ദൈവം തരുന്ന ഒരു വരമാണ് ജ്ഞാനം, അല്ലെ? അപ്പൊ അത് പക്ഷെ സ്വന്തം അതായത് നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മളോട് തന്നെ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിന് പരിക്കില്ലാതെ സംരക്ഷിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു, അല്ലെ? നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ ആത്മാവിനെ അപകട സാധ്യതകൾ ഉണ്ടാക്കുന്ന മേഖലകളെ തിരിച്ചറിഞ്ഞതിൽ നിന്നും നമ്മൾക്ക് ഒരു പ്രത്യേകമായ കെയറിങ് ഉണ്ടാവുമായിരുന്നു. പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല, അല്ലെ? നമ്മൾ 24 മണിക്കൂർ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, എവിടെയെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാവ്, നമ്മുടെ അല്ലെ ഈ അനുതാപ സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, വാക്കിലോ വിചാരത്തിലോ പിന്നെ പ്രവൃത്തിയിലും
പ്രവൃത്തിയിലും ഉപേക്ഷയിലും ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് എന്റെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് അനുതാപ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നില്ലേ കുർബാനയ്ക്ക്. അപ്പോ ഒരു ദിവസമല്ല, ഓരോ മണിക്കൂറുകളിലും ശരീരത്തിലും ആത്മാവിലും പിന്നെ ചിന്തകളിലും ഉപേക്ഷയാലും ഒക്കെ നമ്മളിൽ കൂടി കടന്നു പോകുന്ന പല സാഹചര്യ പാപങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ബുദ്ധി മാത്രം പോരാ, അല്ലേ? ദൈവിക ജ്ഞാനം വേണം. ദൈവിക ജ്ഞാനം എവിടെന്നാ വന്നത്? ദൈവത്തിൽ നിന്ന് തന്നെ പറഞ്ഞു. ദൈവത്തിൽ നിന്നാണ് ദൈവിക ജ്ഞാനം വന്നത്. പക്ഷെ അത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പ്രാർത്ഥനയും പ്രസാദപര ജീവിതവും ഒക്കെ വേണം. സിമ്പിളാണ്. ദൈവസ്നേഹം മാത്രം മതി. ബാക്കിയെല്ലാം നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവവിചാരം ഉണ്ടാവും. പിന്നെ പ്രസാദപരത്തെ കുറിച്ച് നമുക്ക് പ്രത്യേകം അധ്വാനിക്കേണ്ട കാര്യമില്ല. കാരണം പാപാവസ്ഥയെ നമുക്ക് തിരിച്ചറിയുവാൻ ദൈവസ്നേഹം നമ്മളെ സഹായിക്കും. ദൈവസ്നേഹമാണ് യഥാർത്ഥ ജ്ഞാനം, ദൈവഭക്തിയാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പല സ്ഥലങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിച്ച ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥ ജ്ഞാനം. ഇതെന്താണ്? എല്ലാത്തിനും അടിസ്ഥാനം ദൈവത്തിനോടുള്ള നമ്മളുടെ സ്നേഹമാണ്. അതായത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കി, ഞാൻ 33 വയസ്സ് വരെ ദൈവത്തോട് സ്നേഹമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. നമ്മളത് ഭയങ്കര അഹങ്കാരത്തോട് പറയും, നിങ്ങളെ മാത്രമോ പ്രാർത്ഥനക്കാർ, ഞങ്ങളൊന്നും പ്രാർത്ഥിക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെ സംസാരിച്ച് അതിനെ നാവിട്ടടിച്ച് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം, 33 വയസ്സ് വരെ യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നില്ല എന്ന് അതായത് ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും ലോകമണ്ടത്തരം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർക്കാറുണ്ട്, എന്ത് പൊട്ടത്തരമാണ്. എന്നിട്ട് ഞാൻ തന്നെ ചിന്തിക്കും, എന്ത് പൊട്ടത്തരമാണ് ചെയ്തത്. പക്ഷെ എന്ന് എൻ്റെ ദൈവ സ്നേഹത്തിന്റെ ഉള്ളിലേക്കൊന്ന് തലയിടാൻ ശ്രമിക്കാനുള്ള ഒരു ആഗ്രഹം, അതായത് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം, ഒരാഗ്രഹം പുറപ്പെടണം, അല്ലെ? ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു ശ്രമത്തിലേക്ക് എങ്കിലും നമുക്ക് ബൈബിള് വായിക്കണം. ബൈബിള് വായിക്കണമെങ്കിൽ എന്തുണ്ടാവണം? ഉള്ളിൽ നിന്നൊരു ബൂസ്റ്റിങ്, ഉള്ളിൽ നിന്നൊരു ആഗ്രഹം വേണം. ആ ആഗ്രഹമാണ് നമ്മളുടെ ശ്രമങ്ങളെ കൂടുതൽ പരിശ്രമങ്ങളാക്കി നമ്മളതിനെ അനുഭവത്തിലേക്കും നമുക്കത് അനുഗ്രഹമാക്കിയും മാറ്റുന്നത്, അല്ലെ? എല്ലാവരുടെയും വീട്ടിന്റെ ബൈബിൾ ഉള്ളതാണ്. എല്ലാവർക്കും എപ്പോ വേണമെങ്കിലും വായിക്കാനുള്ള അവസരം നമുക്കറിയാം. അരമണിക്കൂർ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് ദണ്ഡവിമോചന അർഹരാണ് നമ്മൾ, അല്ലെ? അരമണിക്കൂർ ബൈബിൾ വായിച്ചാൽ നമുക്ക് ദണ്ഡവിമോചനം കിട്ടും. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് സ്വീകരിക്കുന്നില്ല എന്ന് വെച്ചാല് ബൈബിള് തൊടാൻ തന്നെ നമുക്ക് സമയമില്ല, അല്ലെ? നമ്മൾ പക്ഷെ അതിനു വേണ്ടി ഒരു 5 ദിവസം നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിച്ചു നോക്കി, 6ാമത്തെ ദിവസം ഈ സമയമൊക്കെ നമ്മുടെ പുറകെ നമുക്ക് വേണ്ടി ക്രമീകരിക്കപ്പെടും, അല്ലേ? അപ്പോ ഇത് നമുക്ക് വേണമെങ്കിൽ ചക്കവേരിലും കായ്ക്കാം എന്ന് പറഞ്ഞ പോലെ ആണ്. നമ്മുടെ ഉള്ളില് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും. പക്ഷെ അത് എങ്ങനെ നമ്മളിലേക്ക് സ്വീകാര്യമാക്കാൻ, എങ്ങനെ ഞാൻ അതിനെ സ്വാധീനിക്കാന്ന് പറഞ്ഞാല്, അടിസ്ഥാനപരമായി ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാനുള്ള ഒരു ആഗ്രഹം ആദ്യം നമ്മളിൽ വരണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകൂ, അല്ലെ? ഇപ്പൊ ഞാൻ ഈ 33 വയസ്സ് വരെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 33 വയസ്സ് വരെ എനിക്ക് ആലോചിച്ചെടുത്താൽ പോലും എനിക്കൊരു രോഗം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല. വല്ലപ്പോഴും ഒക്കെ ഒരു പനി വരും, അതിപ്പോ നോർമലി എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അല്ലാതെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് മക്കൾക്കും പിള്ളേർക്കൊക്കെ എന്തോരം രോഗാവസ്ഥകളാവുന്നു. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ക്യാൻസർ സെന്ററുകളിലൊക്കെ കുഞ്ഞുങ്ങള് എത്രയോ വേദനയോടുകൂടിയാണ് ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് ആ കുഞ്ഞുങ്ങൾ ജീവിക്കണം, ഓടിക്കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ. അപ്പോ നമുക്കൊക്കെ ചെറുപ്പത്തിലേക്ക് ആരോഗ്യത്തോടുകൂടി ദൈവം നടക്കാനും ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നു. പക്ഷെ എനിക്ക് ദൈവത്തോട് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ച് ദൈവത്തിന് എന്നോട് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു, അല്ലെ?
ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? എല്ലാരും മ്യൂട്ടാണോ? നമ്മള് റെസ്പോൺസിബിലിറ്റി ദൈവത്തിനുണ്ട്. അതെ, നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് അപ്പോ നമ്മൾക്ക് ദൈവത്തോടൊരു ഉത്തരവാദിത്വം വേണം, അല്ലേ? ദൈവകൃപയുടെ സൂക്ഷിപ്പുകാരാണ് മനുഷ്യര്, അല്ലേ? ദൈവകൃപയുടെ സൂക്ഷിപ്പുകാരാണ് മനുഷ്യര്. അതുകൊണ്ടാണ് ദൈവം തന്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് തന്നെ. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മളുടെ പ്രൊട്ടക്ഷനെ വിരുദ്ധമായി നമ്മളിലുള്ള സംരക്ഷണത്തിനെതിരെ നമ്മൾ തന്നെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ കുറ്റം മുഴുവനും ദൈവത്തിന് കൊടുക്കും. ദൈവം നമ്മെ സംരക്ഷിച്ചില്ല. പക്ഷെ എന്ത് പറ്റും? നമ്മളുടെ വീഴ്ച കൊണ്ടാണ്. യെശയ്യാ 59:1 എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് ഈ അകൃത്യങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ വീണ്ടും ആ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരുണയുടെ സംരക്ഷണം ഈ ലോകം വളരെ ദുർവ്യാഖ്യാനവും അല്ലെങ്കിൽ വളരെ മോശമായ അവസ്ഥയിലാണ് ഉപയോഗിക്കുന്നത്. വളരെ മോശം, നമുക്ക് പറയാൻ പറ്റാത്ത വിധം. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ, ഓരോ പ്രഭാതത്തിലും ദൈവം എത്രയോ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ പ്രഭാതം മനുഷ്യർക്ക് കൊടുക്കുന്നത്. പക്ഷെ നമുക്കെല്ലാവർക്കും പക്ഷെ എന്തോരം തിരിച്ചു കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ദൈവത്തെ സ്നേഹത്തോടെ നോക്കുന്നവര് എത്ര പേരുണ്ടെന്ന് ദൈവം നോക്കി അന്നത്തെ ദിവസം കഴിയുമ്പോൾ വളരെ വേദനയോടുകൂടി അന്നത്തെ ദിവസം തീർക്കേണ്ടി വരുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണാൻ നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടാണ് ഈ ലോകം ദൈവകരുണയെ വളരെ ദുർബല ചിന്തയോടുകൂടെ നശിപ്പിച്ചു കളയുന്നത്. ഒരു മനുഷ്യൻ മരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജ്ഞാനിയാകുന്നതെന്ന് എനിക്ക് ഈശോ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല, മരിക്കുമ്പോൾ ജ്ഞാനിയായിട്ടൊരു കാര്യമില്ല, അല്ലെ? പക്ഷെ യഥാർത്ഥത്തില് ജീവിച്ചിരിക്കുമ്പോൾ ജ്ഞാനത്തോടുകൂടെ നമുക്കായിരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആൾവാസം വേണം. ദൈവത്തിന് വസിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവത്തിന്റെ സംരക്ഷണവും സ്നേഹവും കരുണയും കരുതലും ഒക്കെ വ്യക്തമായ ബോധ്യത്തോടുകൂടി തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ബോധ്യത്തോടുകൂടെ അറിഞ്ഞ അമ്മയും സകല വിശുദ്ധരും വേദനയോടുകൂടെ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ബെഞ്ചമിൻ വായിക്കാം. കേൾക്കുന്നുണ്ടോ? വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ഇവിടെ നമുക്കറിയാം, സമ്പന്നത എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? സമ്പന്നത എന്ന് പറയുമ്പോ എന്തൊക്കെയുണ്ട്? സമ്പത്ത് എന്ന് പറഞ്ഞാൽ പൈസയുണ്ട്, അറിവും പൈസയുണ്ട്, പിന്നെ അതായത് നമുക്ക് ഇന്ന് വരെ സന്തോഷത്തിലും സമാധാനത്തിലും സുഭിക്ഷതയിലും ആഡംബരത്തിലും ഒക്കെ ജീവിക്കുവാൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടെ കയ്യിലുള്ള ഒരു തരത്തിലുള്ള സമ്പന്നതയാണ്, അല്ലെ? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്കറിയാം, ദാരിദ്ര്യാവസ്ഥയിലും മനുഷ്യർക്ക് സമ്പന്നതയുണ്ട്, അല്ലേ? ഉണ്ടോ? ദാരിദ്ര്യം അവന്റെ ദൈവത്തിന്റെ സ്നേഹത്തോട് ഐക്യപ്പെട്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ
വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദാരിദ്ര്യവും ഞെരുക്കവും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോ ചില ദേശങ്ങളോട് പറയാണ്, ചില വ്യക്തികളോട്, ചില കുടുംബങ്ങളോട് ദൈവം പറയും ദൈവത്തിന്റെ മുമ്പിൽ വലിയ സമ്പന്നതയുണ്ട്. പക്ഷെ അതിന്റെ പുറകുവശത്തെ റിയാലിറ്റി എന്താണെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് നോക്കിയാലും നമുക്കറിയാം, ഒത്തിരി അറിവ് കൂടുമ്പോ എന്താ പ്രശ്നം? അറിവ് കൂടുമ്പോ നമുക്ക് വലിയൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാല് യഥാർത്ഥ അറിവ് നമ്മളിൽ നിന്ന് അകന്നു പോകും. അല്ല, അറിവ് കൂടുന്നത് ഇപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നു, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു. പിന്നെ നമ്മളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും, ഇല്ലേ? ചെയ്യൂലേ? നിങ്ങൾ എന്താണ് ആ അതായത് ഇപ്പൊ നമുക്ക് ഒരു നല്ല എന്താണ് കാലിബർ ഉണ്ട്, നമുക്ക് ഓരോ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുവാനുള്ള ടാലന്റ് ഉണ്ട് എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മളിൽ തന്നെ ഒരു പ്രത്യേകമായ ഒരു അഹം എന്ന് പറയുന്ന സംഭവം തലപൊക്കും, ഇല്ലേ? ആ പിന്നെ ബുദ്ധിയുടെ കഴിവ്, നമുക്ക് ബുദ്ധി മാത്രം ഉണ്ടായ പോരാ, അല്ലെ? അതെന്ന് വെച്ചാല് ചില പാട്ടുകാർക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അധികം പ്രാവശ്യമൊന്നും പറയണ്ട, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു പ്രത്യേകമായ കഴിവുണ്ട്. പിന്നെ ഒരു മറന്നു പോകാത്ത തലത്തിലേക്ക് അത് എന്താണ് ഹൃദയത്തിൽ പതിഞ്ഞിരിക്കും. അതൊരു ബുദ്ധിയുടെ തലമാണ്, ഒരു പ്രത്യേകമായ ഒരു കൃപയാണ്, അല്ലേ? എനിക്ക് ബുദ്ധി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലായ കാര്യം, ഞാൻ 10ാം ക്ലാസ്സിലായപ്പോ ട്യൂഷൻ സെന്ററിൽ വെച്ച് എനിക്ക് ഉച്ച സമയത്തായിരുന്നു, ഒരു ബയോളജി ക്ലാസ് ആയിരുന്നു. അപ്പോ അന്ന് വരെ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു ബുദ്ധിയോ, മനുഷ്യന് ദൈവം ബുദ്ധി കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് മണ്ടത്തരമായി പോണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഉച്ചക്കത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉറക്കം വരും. അപ്പോ ഉറക്കം വരുന്ന സമയത്ത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എടുക്കുന്ന ഇതായിരുന്നു. അപ്പോ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉച്ചക്കത്തെ ഭയങ്കര ക്ഷീണവും ഉറക്കമൊക്കെ വരും. ബയോളജി ക്ലാസ് ആണെങ്കിൽ ഭയങ്കര ഒരു പ്രത്യേക ഒരു സാറാണ്. സാറ് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളാം, ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ചീത്ത വിളിയും കുറെ ഇതൊക്കെ കേൾക്കേണ്ടി വരും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയപ്പോഴേക്കും സാറ് എന്നോട് ഒരു ചോക്ക് വെച്ച് എന്റെ തലക്കിട്ട് എറിഞ്ഞിട്ട് എന്നോട് അന്നേരം ജസ്റ്റ് അങ്ങോട്ട് എടുത്തു. അപ്പൊ ഞാൻ ഉറങ്ങുന്നുണ്ടെങ്കിലും എന്റെ ചെവി തുറന്നിരിക്കുന്നു, എനിക്ക് കേൾക്കാൻ പറ്റണം, സാറ് പറയണ കാര്യങ്ങളൊക്കെ കേൾക്കാം, പക്ഷെ എന്റെ മനസ്സുറങ്ങിപ്പോയി. അപ്പൊ എന്നോട് സാറ് അന്നേരം പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പൊ ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട് ആ വാക്ക്. അതായത് ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല് ഏതാണെന്ന് ചോദിച്ചു. അറിയാവോ നിങ്ങക്ക്? ചെവിയുടെ ഏറ്റവും ചെറിയ എല്ലാണ്, ചെവിയുടെ ഉള്ളിലാണ് അതുള്ളത്. അതിന്റെ പേരാണ് സ്റ്റേപ്പിസ്. അപ്പൊ ഞാനിങ്ങനെ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിലും സാറ് പെട്ടെന്ന് ഇങ്ങനെ ചോക്ക് വെച്ചെറിഞ്ഞ് എന്നെ എഴുന്നേപ്പിച്ച്. ഞാൻ ഞെട്ടിയാണ് എഴുന്നേറ്റത്. അതായത് കുറെ പിള്ളേർ, 19 പിള്ളേരുണ്ട് ക്ലാസ്സിൽ. അപ്പൊ ആൺപിള്ളേരും പെൺപിള്ളേരും കൂടി ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നാണം കെട്ടു എന്നാണ് വിചാരിച്ചത്. പക്ഷെ ദൈവം എന്നെ സഹായിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അന്നേരം ഞാനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് കണ്ണും തുറന്ന് പെട്ടെന്ന് ഇങ്ങനെ നോക്കി, സാറിങ്ങനെ ചോദിക്കല് ഉത്തരം പടാന്ന് പറഞ്ഞിങ്ങനെ ഞാൻ സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞു. അപ്പൊ സാർ ഒരു ഉറക്കത്തിന് തനിക്ക് ഭയങ്കര ഭയങ്കര ഇതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ അതിശയിച്ചു പോയി, ഞാൻ തന്നെയാണോ പറഞ്ഞതെന്ന്. ഉറങ്ങാതിരുന്നാ പോലും ഉത്തരം പറയാത്ത ആളാണ്, പക്ഷെ ഉറക്കത്തിലും കർത്താവിനെ സഹായിച്ചപ്പോ ഇന്നും ഞാൻ മോനോട് പറയും, ഇന്നും എനിക്ക് വേറെ കുറെ വാക്കുകൾ, ബയോളജിയിൽ ഒരുപാട് വാക്കുകൾ പഠിക്കാനുണ്ട്, പക്ഷെ ഈ വാക്ക് മാത്രം ഞാൻ മറന്നിട്ടില്ല. കാരണം അത് ഒരു ഓർമ്മയായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോ നമ്മുടെ ബുദ്ധി എപ്രകാരമൊക്കെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അതായത് ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല, എന്താണ് നമുക്ക് ആ ഒരു ദൈവിക കൃപ ഒരു നിഴലെങ്കിലും നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരാജയമാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞു വെച്ചാൽ ഹൃദയ വിചാരത്തിൽ അങ്ങനെ. എന്നാല് ഒരുപാട് ബുദ്ധിയുള്ള മക്കള് ഉണ്ട്, പഠിപ്പിസ്റ്റുകൾ ഇഷ്ടന്മാരുണ്ട്. പിന്നെ ഞാനിപ്പോ എന്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ കുറെ പഠിപ്പിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ലൈഫൊക്കെ
നോക്കുമ്പോ എന്നെ സംബന്ധിച്ച് എന്തോ ദൈവം എന്നെ കുറച്ചും കൂടി ഉയർത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒക്കെ ഞാൻ ഒട്ടും പഠിക്കാത്ത പെട്ടവരായിരുന്നു. പക്ഷെ പഠിക്കുന്ന കുട്ടികളിൽ ഉള്ള മക്കളുടെയൊക്കെ അവസ്ഥ ഭയങ്കര കല്യാണം കഴിഞ്ഞ് കുറച്ചൊക്കെ ആയപ്പോഴേക്കും അവരുടെയൊക്കെ ജീവിത ശൈലി തന്നെ മൊത്തം മാറിപ്പോയി. ആ ഒരു ഭയങ്കര വേദനയും വിഷമവും സങ്കടങ്ങളൊക്കെയാണ്. അപ്പൊ എപ്പോ വേണമെങ്കിലും നമുക്ക് ചിതറിക്കപ്പെടാം. ഹൃദയ വിചാരത്തില് അതായത് നമുക്ക് എന്ത് സമ്പന്നത ഉണ്ടെന്ന് പഠിക്കുന്ന കുട്ടികൾ ഒരു 70% പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും പഠിക്കാത്ത കുട്ടികളോട് ഒരു തരം ഒരു അവഗണനയും അങ്ങനെയൊക്കെ ഉണ്ട് ഉള്ളിൽ. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ ചോദിക്കാനും പറയുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ട്. അന്ന് ഇപ്പൊ എങ്ങനെയാന്നറിയില്ല. അന്നൊക്കെ ഉണ്ട് അങ്ങനെ ഒരു വേർതിരിവോടുകൂടെയാണ് പഠിക്കാത്ത കുട്ടികളെയൊക്കെ കണ്ടിരുന്നേച്ചത്. അപ്പൊ ഞാൻ ഓർക്കും, ദൈവമേ നമുക്ക് അങ്ങനെ കഴിവൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ഓർത്തിട്ടുണ്ട്. പക്ഷെ ഏതിപ്പം പഠനം അങ്ങനെ ഇപ്പൊ സമ്പത്ത് ഇന്നുള്ള സമ്പത്ത് നാളെ നമുക്ക് ഉണ്ടെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇന്നത്തെ സമ്പത്ത് കണ്ടിട്ട് നമുക്ക് നാളത്തെ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു കാര്യം കൺഫർമേഷൻ നമുക്കില്ല. മക്കള് മക്കള് നമുക്കൊരു സമ്പത്താണ്. പക്ഷെ നാളെ നമുക്കവര് ഉണ്ടോ, ഉറപ്പുണ്ടെന്ന് പറയാൻ പറ്റൂല. നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ സംരക്ഷിക്കും, നമ്മളെ സഹായിക്കും എന്നൊരു ഉറപ്പില്ല, അല്ലേ? അപ്പോ നമുക്ക് ഈ ഭൂമിയിൽ സമ്പത്തായിട്ട് നമ്മൾ സംരക്ഷിച്ച് നിലനിർത്തേണ്ടത് എന്താണ്? ഈ ഭൂമിയില് എന്താണ്? ദൈവമാണ്. ദൈവത്തിന്റെ കൃപയുടെ സമ്പത്താണ് നമ്മള് നിലനിർത്തേണ്ടത്. ബാക്കി എല്ലാ സമ്പത്തുകളും പുറകെ വന്നോളും, അല്ലേ? അതെ. കർത്താവ് പറയാൻ, നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുക, അത് നമ്മുടെ ഒരു സമ്പത്താണ്, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള അതായത് സമ്പത്തുകൾ എന്ന് പറഞ്ഞാല് എല്ലാം നിലനിൽക്കണമെന്നില്ല. ദൈവസ്നേഹത്തില് നമ്മള് ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിൽ പോലും ദൈവത്തിന്റെ മുമ്പിൽ സമ്പന്നരാണ്. ഭൗതികമായ സമ്പത്ത് നമുക്കുണ്ടെങ്കിൽ ദൈവകൃപയോട് ഐക്യപ്പെട്ടാലും നമുക്ക് നഷ്ടം വരാതെ ദൈവം സഹായിക്കും, സംരക്ഷിക്കും, ശക്തിപ്പെടുത്തും. പക്ഷെ ഇതില് ഒരു വീഴ്ച വരാൻ സാധ്യതയുണ്ടാവുന്ന ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെയെല്ലാം നമുക്ക് വ്യക്തത വേണം. ചിതറിക്കപ്പെടാൻ അതായത് എന്താണ്, ഞങ്ങളുടെ പള്ളിയില് കൊപ്പേര് എന്ന് പറഞ്ഞാല് നേരത്തെ ഉണ്ടായിരുന്ന കൊപ്പേര് ഭയങ്കര ഒരു പ്രത്യേക ആൾക്കാരെ പുള്ളിയുടെ തറവാട് പോലെയായിരുന്നു സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാണ്, കർത്താവേ ഈ മനുഷ്യന് ആൾക്കാരെ കയറിയിരിക്കുമ്പോ ശുശ്രൂഷ എല്ലാം ചെയ്യും, നന്നായിട്ടൊക്കെ ചെയ്യും. പക്ഷെ പുറമെ ഭയങ്കര അഹങ്കാരത്തോടു കൂടെയാണ് എല്ലാ ആളുകളോടാണെങ്കിലും ഭയങ്കര പുള്ളി ഇല്ലെങ്കില് പിന്നെ എന്താണ് പള്ളി അടച്ചിടും എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു. പക്ഷെ അതിനേക്കാൾ ഭംഗിയായിട്ട് ഇപ്പൊ പോകുന്നുണ്ട്. അപ്പോ പക്ഷെ ഒരു ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാകുമ്പോ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ചില സമയത്ത് പ്രവൃത്തി കഴിഞ്ഞ വർഷത്തെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ആ വ്യക്തിയിൽ നിന്ന്. അപ്പൊ ഞാൻ ഉള്ളിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഈ വർഷം പുള്ളിക്ക് ആ കപ്പേരുടെ സ്ഥാനം തന്നെ മാറിപ്പോയി. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണെന്നുള്ളതല്ല, ചിതറിക്കപ്പെടാൻ നമ്മൾ എപ്പോഴും സാധ്യതയുണ്ട്, അല്ലേ? എപ്പോ വേണമെങ്കിലും ചിതറിക്കപ്പെടാം. ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ചെയ്തു, ദൈവസ്നേഹത്തിനെതിരായി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും അറിയുന്നില്ല. പക്ഷെ എന്റെ ഉള്ളില് അതിന്റെ ഒരു അഹങ്കാര ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിതറിക്കപ്പെടാനുള്ള അവസ്ഥ നമ്മൾ തന്നെ കുഴിവെട്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോ എപ്പോ വേണമെങ്കിലും ചിതറിക്കപ്പെടാം നമ്മൾ ദൈവ ചിന്തയിൽ നിന്ന്. അതുകൊണ്ട് നിന്റെ പ്രവൃത്തികളെല്ലാം ദൈവവിചാരത്തോടെ ആവട്ടെ. അപ്പൊ നമുക്ക് എന്തുണ്ട്, സമാധാനത്തോടു കൂടി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാം. ദൈവവിചാരത്തോടെ ആവട്ടെ. അപ്പൊ അവിടുന്ന് ദൈവത്തിന്റെ വഴികൾ നമുക്ക് കാണിച്ചു തരും, അല്ലെ? അങ്ങനെയല്ല വചനം എന്താണ്? നിന്റെ പ്രവൃത്തികളെല്ലാം ദൈവവിചാരത്തോടെ ആവട്ടെ, അപ്പോൾ നിനക്ക് നന്മ കൈവരും, അല്ലേ? അങ്ങനെയല്ലേ വചനം? അതെ അതെ. അപ്പോ ഈ ദൈവവിചാരം നമുക്ക് നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മളിലുള്ള ദൈവസ്നേഹം കുറഞ്ഞു വരുമ്പോഴാണ്, അല്ലെ? നമ്മളിലെ തന്നെ ഫോക്കസ് ചെയ്യുമ്പോ ദൈവത്തിലുള്ള ഫോക്കസ് കുറയും. അപ്പോഴാണ് ദൈവവിചാരം കുറയുമ്പോ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോ ബുദ്ധിയും ശക്തിയും ഈ ലോകത്തിന്റെ പല ചിന്തകളും ഒക്കെ നമ്മളെ ഭരിക്കുക. അപ്പോ
ദൈവിക ചിന്തകളിൽ നമ്മൾ അകലും. അപ്പൊ നമ്മൾ ചിതറിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത് തിരിച്ചറിയാം. അങ്ങനെയാണ് സോളമന് ചിതറിക്കപ്പെട്ടു പോയത്, അല്ലെ? സോളമൻ ചിതറിക്കപ്പെട്ടത് അങ്ങനെയല്ലേ? അതെ അതെ സോളമൻ ചിതറിക്കപ്പെട്ടത് ദൈവവിചാരത്തോടു കൂടി ജീവിച്ച സമയത്ത് ഇത്രയും വലിയൊരു രാജാവ് ഇസ്രായേലിൽ വേറെ ആരും ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ജ്ഞാനിയും വിവേകവും സമ്പത്തും എല്ലാം കൊണ്ടും വളരെ ഉന്നതിയിലുള്ളൊരു രാജാവായിരുന്നു സോളമൻ രാജാവ്. പക്ഷെ ചിതറിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? ദൈവകൃപയിൽ നിന്നും അകന്നു. അതുകൊണ്ടാണ് നമുക്ക് എന്തെല്ലാം സമ്പന്നത ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല. ദൈവിക സമ്പന്നതയെ നമ്മള് സംരക്ഷിക്കണം. അതിനുവേണ്ടി നമ്മള് പണക്കാരന് ഈശോ പറയുന്ന ഒട്ടകത്തിന്റെ സൂചി കുഴയിൽ കൂടി ഒട്ടകം കടന്നു പോകണം, അല്ലെ? ധനവാനെ കുറിച്ച് പറയുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാൽ എന്താ, അതുപോലെ ചെറുതാകണം, അല്ലെ? സൂചിക്കുഴ വളരെ ചെറുതായിരിക്കും, ഒട്ടകം വലുതാ. പക്ഷെ ഒട്ടകത്തിന് ചെറുതാക്കാൻ പറ്റില്ല. ഒട്ടകം ഉറുമ്പിന്റെ പോലെ ആകുമോ? ഇല്ല. അപ്പൊ നമ്മള് പറയുന്ന വചനത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതാവുക. കൃപയുടെ മുമ്പിൽ നമ്മൾ നിസ്സാരരാണെന്ന തിരിച്ചറിവോടുകൂടി ആയിരിക്കുന്ന എല്ലാ സമ്പന്നർക്കും ഈ സൂചിക്കുഴയിൽ കൂടി കടന്നു പോകാൻ പറ്റും. അല്ലാതെ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പോകാൻ പറ്റില്ല. നമ്മൾ തിരസ്കരിക്കപ്പെടും. നമുക്ക് ഈശോ നൽകുന്ന തിരുവചന ഭാഗം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ 1 തിരുവചനം ഒന്ന് വായിക്കാവോ? യോഹന്നാന്റെ സുവിശേഷത്തില് 14 അധ്യായത്തിൽ 1 തിരുവചനം വായിക്കുന്നുണ്ടോ? യേശു പിതാവിലേക്കുള്ള വഴി. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഈശോ പോയപ്പോ അതിനു മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതായത് യേശു വഴിയാണ്. അതായത് ഇപ്പൊ നമുക്ക് ശരിക്കും ഈശോയുടെ ഉദ്ധാനം ഇല്ലായിരുന്നെങ്കിൽ ക്രിസ്ത്യാനികൾ ഈ ഭൂമിയിൽ ഭൂമുഖത്തുണ്ടാവില്ലായിരുന്നു. ഉണ്ടാവുമായിരുന്നോ? ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് നിലനിൽപ്പില്ല. ദാരുണമായ ഈശോ ഉദ്ധാനം ചെയ്തിട്ട് പോലും ഈ റോമൻ സാമ്രാജ്യത്തിന്റെ മുമ്പില് ദാരുണമായ മരണം കൈവരിച്ചു. പക്ഷെ പ്രത്യാശയോടുകൂടെ അവര് ഉദ്ധാനത്തിന് ഉടമസ്ഥനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടിയാണ് അവരുടെ ജീവനെ രക്ഷിച്ചത്, അല്ലെ? ഇപ്പൊ നമ്മള് പല സങ്കടങ്ങളും വേദനകളൊക്കെ നമ്മളെ കടന്നു പോകുമ്പോ ഞാനൊക്കെ ഓർക്കുന്ന ഒരു കാര്യം, എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ, അതിനെല്ലാത്തിനും ഉത്തരം ദൈവത്തിന്റെ കയ്യിലുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുടെ ഉയർപ്പാണ് നമുക്ക് വീണ്ടും ഒരു ബലം കിട്ടുന്നത്, അല്ലേ? ഇപ്പൊ നമ്മളെ തകർക്കാന്, നമ്മളെ തളർത്താൻ ചിന്തകള്, പ്രവൃത്തികള്, സാഹചര്യങ്ങള്, വ്യക്തികള്, സമൂഹങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് എതിർക്കുന്നതിനൊരു പരിധിയുണ്ട്, അല്ലേ? പ്രതികാരം കർത്താവ് തന്നെ എല്ലാ വചനവും എഴുതി വെച്ചിട്ടുണ്ട്. പ്രതികാരം എന്റേതാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, അതിനെ പ്രതികരിക്കണം എന്നുള്ള ചിന്ത മനുഷ്യന്റെ സ്വാഭാവികമാണ്. അവ പ്രതികരിക്കുമ്പോഴേക്കും ഞാൻ പ്രതികരിക്കുമ്പോൾ കർത്താവ് മിണ്ടൂല്ല. കർത്താവ് സംസാരിക്കില്ലല്ലോ, അത് കാരണം ഞാൻ മിണ്ടാതിരിക്കാം. കർത്താവ് പ്രതികരിക്കണം, ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കരുത് എന്ന് ഞാനിങ്ങനെ കർത്താവിനെ ഉപദേശിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും ദൈവം അതിനെ സ്വീകരിക്കാറില്ല. കാരണം ദൈവത്തിന് ഒരു സമയമുണ്ടല്ലോ. അപ്പോ ദൈവം എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കണത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷനും ഇല്ലാണ്ട് അവരെ ഇങ്ങനെ തഴച്ച്? അപ്പൊ ഇന്ന് ഞാൻ സങ്കീർത്തനം 37 വചനം വായിച്ചപ്പോഴേക്ക്, സങ്കീർത്തനം 37 അധ്യായത്തില് 1 വചനം തന്നെ ഈശോ തന്ന, ദുഷ്ടനെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. എനിക്ക് തന്നെ അത്ഭുതം തോന്നി. കാരണം അങ്ങനെ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ ആ സമയം പോയത്. അപ്പൊ ഞാനിങ്ങനെ ഓർത്ത്, ദൈവമേ, മനുഷ്യർക്ക് ദൈവത്തെ അല്ല വേണ്ടത്, ദൈവികമായ കാര്യങ്ങൾ ഉപയോഗിച്ച് മനുഷ്യർ അങ്ങനെ ആഘോഷിക്കുകയാണ്. അപ്പോ ഇതിനൊക്കെ ആരെ ഉത്തരം പറയണം? ആരെ ഉപദേശിക്കാൻ പറ്റില്ല. കാരണം
ഇപ്പൊ നമ്മളെക്കാൾ ഉയർന്ന ഒരു വ്യക്തി, ഇപ്പൊ ഒരു വൈദികരായാലും സന്യസ്തരായാലും നമ്മൾക്ക് കിട്ടിയ ദൈവകൃപയിൽ നിന്ന് കിട്ടിയതല്ലാണ്ട് നമ്മള് അധ്വാനിച്ചെടുത്തതല്ല. ആ ഒരു കാര്യം അവരോട് പറയാനല്ല. ഇപ്പൊ നമ്മളെക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരാളോട് അത് പറയുമ്പോ അവർക്ക് അത് സ്വീകാര്യമാകണമെന്നില്ല. ഇപ്പൊ ഒരാള് വന്നേക്കണം, എന്താണ്, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മളെ നിന്ദിക്കാം, ഇല്ലേ? നിൽക്കാൻ പറ്റില്ലേ? കാരണം അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അതിന്റെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ അപമാനിക്കപ്പെടാനേ സാധ്യതയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തോട് പരാതി പറയും. ദൈവത്തോട് പറയും, ദൈവമേ നിനക്ക് ഞാൻ പല വേദനകളും വിഷമങ്ങളും കടന്നു പോകുമ്പോ കൂടുതലും ദൈവത്തോട് ചേർന്നിരിക്കാൻ, ദൈവത്തിന് വേണ്ടിയാണ് കൂടുതൽ അപമാനിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മള് ഭൗതിക ജീവിതത്തില് നോർമൽ എല്ലാവർക്കും ഉള്ള കാര്യമാണ്. വീടും കുടുംബജീവിതവും മക്കളും എന്നൊക്കെ പറഞ്ഞ എല്ലാ വീടുകളിലും ദൈവഭയമുള്ളവർക്കും പ്രാർത്ഥനയുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ നടന്നു കൊണ്ടുപോകുന്ന സങ്കടങ്ങളും വേദനകളൊക്കെ നോർമലാണ്. പക്ഷെ ദൈവത്തിന് വേണ്ടി സഹിക്കുമ്പോ ആ ഒരു വിഷമങ്ങൾക്കും വേദനകൾക്കും കുറച്ചുകൂടി ഡെപ്ത് കൂടും, ഇല്ലേ? അത് വീടായാലും നാടായാലും സമൂഹമായാലും എല്ലായിടത്തും നമ്മള് ദൈവത്തിന് വേണ്ടി നിലപാട് നിലനിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാം നമുക്ക് കണ്ണടച്ച് കളയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ അത് ഇഷ്ടക്കേടും ഇഷ്ടക്കുറവുകളും അത് നമ്മള് അവരുടെ മുമ്പില് എന്താണ് കണ്ണ് കരട് പോയ പോലെയാകും. അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോ അവർക്കൊരു ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരെ പറഞ്ഞ് ഉപദേശിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കാര്യം വ്യക്തമാക്കണം, നയം വ്യക്തമാക്കണം എന്ന് പറഞ്ഞ പോലെ ദൈവചിന്തകളിലേക്ക് അവരെ അടുപ്പിക്കാനായിട്ട് എസെക്കിയേൽ 2-ാമത്തെ അധ്യായമാണ് എനിക്ക് ഈ ആത്മീയ ജീവിതത്തിന്റെ കടന്നു വന്നപ്പോഴേക്ക് ഈശോ എനിക്ക് തന്ന ഒരു വചനഭാഗം. അതായത് എസെക്കിയേലിന്റെ ദൗത്യം ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഈശോ എനിക്ക് തന്നൊരു വചനഭാഗമാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഈ വചനഭാഗത്തിന്റെ ഒരു വചനഭാഗമുണ്ട്. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക. 2-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: നീ അവരോട് പറയുക, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക. ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരുത്. ഞാൻ നിനക്ക് തരുന്നത് വായ് തുറന്ന് ഭക്ഷിക്കുക. 7-ാമത്തെ വചനഭാഗം ഇങ്ങനെയാണ്: അവർ കേട്ടാലും ഇല്ലെങ്കിലും എന്റെ വാക്കുകൾ നീ അവരോട് പറയണം, കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. അപ്പൊ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ, അവർ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, അല്ലെ? ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു കണ്ടീഷൻ ദൈവം വെച്ചു കൊടുക്കുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മാത്രമല്ല, ജെറമിയ, ഏശയ, അങ്ങനെ പ്രധാനപ്പെട്ട അവരുടെ ഓരോ പ്രവാചക ശബ്ദങ്ങളിൽ കൂടി വാക്കുകൾ കൂടിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? നീ അവരോട് പറയുക, നീ ചെന്ന് പറയുക. നീ പറഞ്ഞാലും പറഞ്ഞില്ല അത് സംഭവിക്കും. അപ്പൊ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് സംഭവിക്കും. യോന പ്രവാചകൻ ചെന്ന് പറഞ്ഞപ്പോ ആ നാട് എന്ത് ചെയ്തു? ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ചു. അപ്പോ അത് കണ്ടപ്പോ കർത്താവ് അനുതപിച്ചുകൊണ്ട്, അല്ലെ, നമ്മൾ അതിനെ ആ കാര്യം പ്രവാചകൻ ചെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലോ ആ നാട് നശിപ്പിച്ചു കളയുമായിരുന്നു, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യം: ഒന്നില്ലെങ്കിൽ അവര് അഹങ്കാരികളാകാം, അല്ലെങ്കിൽ ഒന്ന് അനുദപിക്കുന്നവരാകാം. അപ്പൊ നമ്മളുടെ ചോയ്സ് കർത്താവ്, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം എന്നുള്ളതും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മളെ ഏൽപ്പിക്കുന്നത് നമ്മളുടെ ബുദ്ധിയോ കഴിവോ ആണെന്ന് ചിന്തിച്ചാലാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ ദൈവം ഏൽപ്പിക്കുന്ന കാര്യമാണെങ്കിൽ അടി കിട്ടിയാലും തൊഴി കിട്ടിയാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എന്താണ്, കല്ലുരുട്ടി മാറ്റുന്ന അതേ വ്യക്തിത്വത്തിന്റെ ഉടമകളെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ചെന്ന് പറയുക. പക്ഷെ നമുക്ക് ചിലവരുടെ മുമ്പില് എന്താ, ചില ആളുകളല്ല, ഒട്ടുമിക്കവരും അതെ, ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് പാടില്ല എന്നുള്ള കാര്യമാണ്. ആ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെങ്കിൽ എല്ലാവരും കുട്ടികളെ പോലെ നോക്കിയിരിക്കും. മിക്കയിടത്തും ഞാനിപ്പോ ഓർക്കുകയും, നമ്മളെക്കാൾ പ്രായമുള്ളവരുടെ മുമ്പിൽ നമുക്ക് വലിയ ആളാകാൻ വേണ്ടി പറയുന്നതല്ല, അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട് പല പ്രാവശ്യം. പള്ളിയുടെ അകത്ത് നിന്ന് വർത്തമാനം പറയുമ്പോൾ
കാലുമേ കാല് കയറ്റി നിൽക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഈ നമ്മളെക്കാൾ ഒരു 50 വർഷത്തിന് മുമ്പേ പള്ളി കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആൾക്കാരാണെങ്കിലും മിണ്ടാതിരിക്കും. പ്രായമാകും തോറും ഇവർക്ക് വിവരം കുറഞ്ഞു വരുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോ എന്താണ്, നമ്മൾ അവരോട് ചിലപ്പോ നമുക്ക് വളരെ ചെറിയ കാലങ്ങൾ കൊണ്ട് നേടിയെടുത്ത കൃപയായിരിക്കാം, പക്ഷെ അവരുടെ മുമ്പിൽ നമ്മൾ വളരെ ശിശുക്കളാണ്. പക്ഷെ നമ്മൾ ചെന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടൂല. അപ്പൊ എന്ത് സംഭവിക്കും? അവരുടെ വായിൽ ചിലപ്പോൾ മോശമായത് കേൾക്കേണ്ടിയൊക്കെ വരാം. പക്ഷെ ആരാണ് നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്നത്? ദൈവത്തിന്റെ ആത്മാവാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉത്തരവാദിത്തത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്താല് അവർക്കുള്ള ഉത്തരം ദൈവം കൊടുത്തോളൂ. അപ്പൊ ഈശോ ഈ പിതാവായ ദൈവം കുരിശ് ഏൽക്കണമെന്ന് മകനോട് ആഗ്രഹത്തോടെ ഏൽപ്പിച്ചപ്പോ അത് എടുക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു അല്ലെ? പിതാവിനോട് പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ പാനപാത്രം നീങ്ങി പോട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നീങ്ങിപ്പോയോ? നീങ്ങിപ്പോയെങ്കിൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നീങ്ങിപ്പോകേണ്ട സമയം പണ്ടേ കഴിഞ്ഞു ഇല്ല, ജനിക്കേണ്ടി തന്നെ വരില്ലായിരുന്നു അല്ലെ? അപ്പോ ഈ നമ്മുടെ മുമ്പിലുള്ള അത്രയും വലിയ ഭാരപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, ഏറ്റവും ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും ചെറിയ കാര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ വിശ്വസ്തയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ, നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ കർത്താവ് തരില്ല. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ദൈവം തരില്ല. പക്ഷെ ആ ചെറിയ കാര്യങ്ങളോട് നമ്മൾ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മളോട് വലിയ വിശ്വസ്തയോടുകൂടെ നിലനിർത്തുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈശോ പറയുന്നത് എന്താണ്? ഈശോയിൽ കൂടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത് അല്ലെ? ഈശോയിൽ കൂടിയാണ് പിതാവായ ദൈവം യേശു ക്രിസ്തു വഴിയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു കൃപ തന്നിരിക്കുന്നത് അല്ലെ? നമ്മള് ഈശോ പറഞ്ഞ് പ്രസംഗിച്ചു പോയതാണോ ഈ ഭൂമിയില്? ഈശോ ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞ് പ്രസംഗിച്ചു പോയതല്ല, ജീവിച്ച് കർത്താവ് എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നുകൂടി കാണിച്ചിട്ടാണ് ദൈവം പോയത് അല്ലെ? പക്ഷെ ദൈവം ദൈവപുത്രനായിരുന്നത് കൊണ്ട് ദൈവത്തിന് അതുപോലെ ശക്തിയുണ്ട്. പക്ഷെ യേശുക്രിസ്തുവിൽ കൂടി നമുക്കും ആ ശക്തി തരാനാണ് പിതാവായ ദൈവം നമ്മളെ ഈ ക്ഷണത്തിലേക്ക് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് വരെ കിട്ടിയിരിക്കുന്ന ക്ഷണം ഏത് വഴിയാണ്? പിതാവായ ദൈവം വഴി യേശുക്രിസ്തുവിൽ കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പോലും പഠിപ്പിച്ചത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അല്ലെ? ഈശോ പഠിപ്പിക്കുന്നതും പിതാവായ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതും എന്താണ്? ഈ ഒരു വഴിയിൽ കൂടിയാണ് അല്ലെ? അപ്പൊ ഈ കണക്റ്റഡ് ആണ്. പിതാവായ ഈശോ പറയുന്ന യോഹന്നാന്റെ വിശേഷത്തിൽ പ്രത്യേകം പറയുന്നത്, എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു. അപ്പൊ ഈശോയെ അനുസരിക്കാത്തവൻ എങ്ങനെ പിതാവിനെ അനുസരിക്കും അല്ലെ? അപ്പൊ നമ്മള് ഈ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നതാണ് പുത്രൻ ഇവിടെ ചെയ്ത് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത്. പക്ഷെ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ നമ്മള് വളരെ ദുർബലരായി പോകാൻ ഈ ലോകം വെച്ച് നീട്ടുന്ന പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടി ഭയങ്കരമായിട്ട് നമ്മൾ വീണു പോകും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ വിശ്വാസ പരീക്ഷണങ്ങൾ, അതായത് പിതാവിലേക്കുള്ള വഴി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടത് ഞാൻ വീണ്ടും നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകും അല്ലെ? അപ്പൊ ഈശോ പോയില്ലായിരുന്നെങ്കിൽ അല്ലെ, ഈശോ വന്നില്ലായിരുന്നെങ്കിലും പോയില്ലായിരുന്നെങ്കിലും നമുക്ക് ഭയങ്കരമായ നഷ്ടം ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ടാണ് യൂദാസ് കറിയോത്ത, ഒറ്റുകാരനായ യൂദാസ് കറിയോത്ത് ശരിക്കും വന്ന് നമ്മളെ രക്ഷിച്ചതാണ് അല്ലെ? രക്ഷിച്ചതാണോ? വിശുദ്ധ പാപത്തിന് യോഗ്യരാണ് അല്ലെ? ഈശോ സ്വർഗത്തിലേക്ക് 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഈശോ ഉത്ഥാനം ചെയ്തത്. ഈ 3 ദിവസത്തെ പരിപാടി എവിടെയായിരുന്നു എന്നാ പറയണത്? പാതാളത്തിലായിരുന്നു. പാതാളത്തിലേക്ക് ആദ്യം ചെന്നപ്പോ കണ്ടത് ആരെയായിരിക്കും ഈശോ? ആദത്തെ. എന്റെ ഒരു നിഗമനം പറയാണ്, ആദത്തെയും അവരൊക്കെ പോട്ടെ, അവരൊക്കെ പണ്ട് തുടങ്ങിയുള്ളല്ലോ. പക്ഷെ ഒറ്റിക്കൊടുത്തത് ഒരാള് മാത്രമേ ഉള്ളൂ. ആരാണത്? യൂദാസ് കറിയോത്ത് മാത്രവും. ഏറ്റവും, അതായത് അന്ന് വരെ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച മനുഷ്യരില് ഏറ്റവും കഠിനമായ വേദനയുടെ ഭീകരതയിൽ ആയിരുന്ന ഒരേ ഒരു വ്യക്തിയാണ് യൂദാസ് കറിയോത്ത. പക്ഷെ യൂദാസ് കറിയോത്ത് ഇന്ന് നരകത്തിലാണെന്ന് വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? എല്ലാരെയും കൊണ്ടുപോയി കാണത്തില്ല ഈശോ. ദൈവം എല്ലാവരെയും വീണ്ടെടുത്തിട്ടുണ്ട്. കാരണം ഈ യൂദാസ് കറിയോത്തക്ക്
കുറ്റബോധമാണ് വന്നത്. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. പക്ഷെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന കർത്താവ് യുദാസിനെ കണ്ട് അവിടെ ചെന്ന് ആദ്യം ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും, അല്ലേ? കാരണം നീ ചെയ്യാൻ പോകുന്നത് വേഗം ചെയ്യുക എന്നേ പറഞ്ഞുള്ളൂ, നീ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല ഈശോ. പക്ഷെ എന്താണ്, ഈ മനുഷ്യന് ഈശോയെ ഒറ്റിക്കൊടുത്തു എന്നുള്ള വേദനയും, പിന്നെ ഈ പണം വാങ്ങിച്ചില്ല, വലിച്ചെറിഞ്ഞു കളഞ്ഞു. പക്ഷെ ഉപകാരപ്പെട്ടുമില്ല, ആത്മാവ് നശിച്ചു. പക്ഷെ ഇതിന്റെ മുകളിൽ ഈ വ്യക്തിയുടെ ഹൃദയത്തിന്റെ വേദനയും ഭീകരതയും ഒക്കെ അറിഞ്ഞ ദൈവം യുദാസിനെ ആയിരിക്കും ആദ്യം ആശ്വസിപ്പിച്ചേക്കുന്നത്, ഇല്ലേ? എന്റെ ഒരു വിശ്വാസമാണ് ഇത് തിയോളജിക്കൽ ആയിട്ട് പറഞ്ഞല്ല. എനിക്ക് പലപ്പോഴും എന്നെ ഈശോ ഞാൻ ആദ്യം കണ്ടത് യുദാസിന്റെ അടുത്തേക്കാണ്. കാരണം അത്രമാത്രം വേദനയാണ്. തൊട്ടടുത്ത ദിവസങ്ങളാണ് മരിച്ചത്, അല്ലേ? ഈശോ മരിച്ചതിന് മുമ്പുള്ള തൊട്ടടുത്ത ദിവസമാണ് മരിച്ചത്. അപ്പൊ കാലപ്പഴക്കമൊന്നും ഇല്ലല്ലോ, തൂങ്ങി മരിച്ചു, അല്ലേ? അപ്പോ ദൈവത്തിന്റെ ആ വേദന, അതായത് എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതല്ല, ദൈവത്തിന്റെ സ്നേഹത്തെ എത്രമാത്രം നശിപ്പിച്ചു കളഞ്ഞു, നിന്ദിച്ചു കളഞ്ഞു, കരുണയെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വലിയൊരു വേദനയാലാണ് യുദാസ് പാതാളത്തിലായിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ കരുണ അവിടെ ഓടിച്ചെന്നു. അതുകൊണ്ട് അവിടെയും ആ യുദാസിനെ പോലെ, അതായത് നല്ല കള്ളനെ പറുദീസയിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ പിന്നെ യുദാസിയെ വിട്ടുകളയോ? വിട്ടുകളയോ? അത്രയും നാൾ കൂടെ നടന്നു വെച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം നമ്മുടെ ഈ കരുണയുടെ പുസ്തകത്തില്, ദൈവകരുണയുടെ അതില് പറയുന്നുണ്ട്, ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ കരുണയുടെ യോഗ്യതയെന്ന്, അല്ലെ? അപ്പോ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ, നമ്മുടെ വിശ്വാസം ദുർബലപ്പെടാൻ ഒരുപാട് അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഈശോ പറയുന്ന വാക്കുകളിൽ കൂടി നമ്മളുടെ ആത്മീയ ദുരന്തങ്ങളെ അതിജീവിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും കൃപ കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ. പ്രത്യേകമായിട്ട് വലിയ ഹൃദയഭാരത്തോടുകൂടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്ന ഓരോ മക്കളും ഈശോയാകുന്ന സ്നേഹത്തിന്റെ ശക്തിയിലേക്ക് അടുക്കുവാനായിട്ട് നമുക്കും നമ്മുടെ കുടുംബ ജീവിതങ്ങൾക്ക് സാധിക്കട്ടെ. ഈ സമയം അങ്ങനെ ഒരു കൃപ ആവശ്യമുള്ള എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തെ കാരുണ്യ സ്രോതസ്സായി ഒഴുകി